പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ എന്ന ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ 28ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് സംശയാലുക്കളും ചഞ്ചല മനസ്കരുമായ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗം കഴിഞ്ഞ നാളുകളിൽ ചൊരിഞ്ഞ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്. അത് ലൂക്കാ സുവിശേഷം അവിടെ അതിൻ്റെ 5-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്: സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന്. നമുക്ക് ആ അധ്യായം വളരെ സുപരിചിതമാണ്. അവിടെ ഏറെ നേരം അധ്വാനിച്ചിട്ടും മീനൊന്നും ലഭിക്കാതെ ദുഃഖിതരായ പത്രോസിനോടും കൂട്ടുകാരോടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് മീൻ പിടിക്കാനായി വലയിറക്കുക. പ്രിയ കർത്താവിൻ്റെ സുവിശേഷ വേലക്കാരെ, പ്രിയ കർത്താവിൻ്റെ ജനമേ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മനസ്സുകളിൽ ചില ദുഃഖങ്ങളും ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടോ? നമ്മുടെ സുവിശേഷ വേലയിൽ വേണ്ട രീതിയിലുള്ള പ്രയോജനമുണ്ടാകാത്ത അവസ്ഥയുണ്ടോ? ഫലപ്രാപ്തി ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടോ? കർത്താവ് സ്വർഗം അതിനു വേണ്ടിയാണ് ഈ 40 ഡേയ്സ് ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. ഇത് ആഴത്തിലേക്ക് വലയിറക്കിയുള്ള മീൻപിടുത്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ പ്രകാരം നമ്മൾ വലയിറക്കുമ്പോൾ അവിടെ ആത്മാക്കൾ ഉറപ്പായിട്ടും കുടുങ്ങും. ആത്മാക്കളെ പിടിക്കുന്ന ഈ ശുശ്രൂഷ അത് സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമേ. ഈ ഒരു വലിയ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഈ ശുശ്രൂഷയെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം പറയുന്ന പ്രകാരം, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയം അത് നമ്മൾ ഉണരേണ്ട സമയമാണത്. നമ്മിൽ ആസന്ന മരണമായി കിടക്കുന്ന ദൈവ കൃപയെ ഉണർത്തേണ്ട സമയമാണത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകൾ, നമ്മളിൽ മങ്ങിപ്പോയ കൃപകൾ, അതിനെ ഉജ്ജ്വലിപ്പിക്കേണ്ട, ഉത്തേജിപ്പിക്കേണ്ട സമയമാണിത്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്, ജീസസ്. യേശുവേ, യേശുവേ എന്ന് എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. നിന്റെ കൃപയെ പകരണമേ കർത്താവേ. ഹൃദയങ്ങളെ
സ്വർഗത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ തീ തരണമേ, സ്വർഗത്തിന്റെ അഗ്നിയെ എല്ലാ കുടുംബങ്ങളിലേക്കും പകരണമേ കർത്താവേ. അഗ്നി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അഭിഷേകമായി കത്തി പടരണമേ ആത്മാവേ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ആമേൻ, ആമേൻ. ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകത്തോടെ നമുക്ക് ചേർന്ന് പാടാം. സ്വർഗത്തിന്റെ അഗ്നിയോടെ നമുക്ക് ദാഹിക്കാം പ്രിയമുള്ളവരെ. നിന്റെ അഗ്നിയെ പകരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്. Mighty deliverance. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണമേ. പാപമെല്ലാം സാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണമേ. അഭിഷേകമേ, സ്വർഗത്തിന്റെ അഗ്നിയെ പകരണമേ, സ്വർഗത്തിന്റെ അഗ്നിയെ പകരണമേ. കാറ്റായി വീശണമേ. കൃപ, കൃപ, കൃപ. Release your power. Oh Spirit, come and dwell on us. Hallelujah, hallelujah, hallelujah. യേശുവേ, യേശുവേ, ചേർന്ന് വിളിക്കട്ടെ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കൃപ കത്തിപ്പടരട്ടെ, വ്യാപരിക്കട്ടെ. ശാര ബാര ബാര ബാര. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ കത്തിപ്പടരണമേ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. കൃപാവരങ്ങൾ നിറയട്ടെ, എല്ലാ ശൂന്യതയും വിട്ടകലട്ടെ. സാക്ഷിയായി മാറ്റണമേ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാ പീഡകളും നിന്റെ നാമത്തിൽ അകന്നു പോകട്ടെ. Mighty deliverance. Jesus. Hallelujah, hallelujah. Amen, amen. Fill your place, fill your people, Lord. Yes, hallelujah, hallelujah. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ ഉന്നതകൃപയ്ക്കായി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. Hallelujah, hallelujah. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്. Oh, send your power, Lord. Liberate your children. Amen, amen, amen. Oh, Jesus, Jesus, Jesus. Amen, amen. Glory. Hallelujah, hallelujah. എല്ലാവരും വിളിക്കട്ടെ. Hallelujah, hallelujah. Jesus, Jesus. Mighty presence. Amen. Oh, Holy Spirit. Take complete control. Spirit. Hallelujah, hallelujah. Jesus, hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തൻ്റെ ട്രൂ ഡിവോഷൻ ടു മേരി, യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം ഭൂമിയിലെ ജലത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിന് സമുദ്രം എന്ന് പേരിട്ടു. ദൈവം ഭൂമിയിലെ ജലത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിന് സമുദ്രം എന്ന് പേരിട്ടു. അതുപോലെ ദൈവം സ്വർഗത്തിലെ തൻ്റെ കൃപ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അതിനിട്ട പേരാണ് മറിയം. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, അതല്ലേ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്.
കൃപയ്ക്ക് കുറവില്ലാത്തവൾ, അവൾ കൃപ നിറഞ്ഞവളാണ്. ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ വരപ്രസാദത്തിന്, ദൈവകൃപയ്ക്ക്, ദൈവസ്നേഹത്തിന് ഒക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വരപ്രസാദ സമ്പന്നയായ, കൃപാവര പൂർണ്ണയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ സഹായിക്കും. അവൾ എല്ലാ സമയവും അവളുടെ മക്കളുടെ സഹായത്തിനായി ഉണ്ട്. അതല്ലേ അവൾ ഭൂമിയിലേക്ക് വരുന്നത്, അതല്ലേ അവൾ രക്തക്കണ്ണീർ പൊഴിക്കുന്നത്. തൻ്റെ മക്കളുടെ ആത്മാക്കളുടെ നാശം കണ്ടിട്ടാണ്, അവരുടെ തകർച്ച കണ്ടിട്ടാണ് പരിശുദ്ധ അമ്മ ഭൂമിയിലേക്ക് കടന്നു വരികയും രക്തക്കണ്ണീർ പൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതെന്റെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. കൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ ആവശ്യകതയെക്കുറിച്ച്, എന്തിനു വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ഒരു പരിത്യാഗപൂർണമായ രീതിയിൽ നയിക്കണമെന്നത്, എന്തിനു വേണ്ടി നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണമെന്നത്, എന്തിനു വേണ്ടി നമ്മൾ ഉപവസിക്കണമെന്നത്, ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ്. അവിടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ആഴത്തിലേക്ക് ഇറക്കി വലയിടുക എന്ന്. ഞാൻ നിങ്ങളെ ഒരു താപസ വര്യനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ആരുമല്ല, സെയിന്റ് ആന്റണി ഓഫ് ഡെസേർട്ട്, മരുഭൂമിയിലെ താപസൻ. എൻ്റെ പ്രിയമുള്ളവർ, നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. ഈ വിശുദ്ധൻ, ഈ വ്യക്തി ഭൂമിയിലെ ഒരു സെലിബ്രിറ്റി അല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ, ഈ വ്യക്തി സ്വർഗത്തിലെ സെലിബ്രിറ്റിയാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ആ വ്യക്തിയിൽ കളിയാടുന്ന ആ ഒരു ചൈതന്യം കണ്ടോ? നിങ്ങൾ ആ താടിയിലേക്കും ആ മുഖത്തേക്കും ആ കണ്ണുകളിലേക്കും ഒക്കെ നോക്കിക്കേ. എൻ്റെ പ്രിയമുള്ളവരെ, തപശ്ചര്യ കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ അടക്കിയ വ്യക്തി. പ്രിയമുള്ളവരെ, നീണ്ട 20 വർഷക്കാലം ഈജിപ്തില് തൻ്റെ ഭവനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പിൻവാങ്ങിക്കൊണ്ട് അപ്പവും വെള്ളവും മാത്രം കഴിച്ച് ജീവിച്ച ഒരു വ്യക്തി. അതും ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 2-4 ദിവസമൊക്കെ ഈ താപസൻ ഉപവസിക്കുമായിരുന്നുവെന്ന്. 2-4 ദിവസമൊക്കെ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ പ്രിയമുള്ളവരെ? നമ്മൾ ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ ചലിക്കുമ്പോൾ, നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ ചലിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നോട്, എന്തിനാ ബ്രദറെ ഇങ്ങനെ നമ്മൾ ഉപവസിക്കുന്നത്, എന്തിനാ നമ്മുടെ ശരീരത്തെ നമ്മളും നഷ്ടമാക്കി കളയുന്നത്? നമ്മുടെ ജീവിതം ചെറിയ ജീവിതമല്ലേ, നമ്മൾ അങ്ങനെ സഹിക്കണമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ ഇടയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ വിശുദ്ധനെ, ഈ താപസവര്യനെ പോലുള്ളവരുടെ വലിയ സ്ഥാനം. 2-ാം നൂറ്റാണ്ടിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത്. ഈജിപ്തിൽ ജീവിച്ച ഈ വിശുദ്ധൻ കഠിനമായ താപസചര്യകളിലൂടെ തൻ്റെ ശരീരത്തെ അടക്കുകയും മറ്റുള്ളവരുടെ പാപമോചനത്തിനായി പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഇവരൊക്കെ ഇപ്രകാരം ചെയ്തത്? മരുഭൂമിയിലെ അന്തോണിയെ കുറിച്ച് പറയുന്നത്, പാതുവായിലെ അന്തോണി ചന്ദ്രനാണെങ്കിൽ മരുഭൂമിയിലെ താപസവര്യനായ അന്തോണി സൂര്യനാണ് എന്നാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, തങ്ങളുടെ ജീവിതങ്ങളെ ഇപ്രകാരം കർത്താവിന് വിട്ടുകൊടുത്ത വ്യക്തിത്വമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ മായാമോഹം കണ്ട്, ഇതിൻ്റെ സംസ്കാരം കണ്ട്, ഇതിൻ്റെ ലൗകികത കണ്ട്, ഇതിൻ്റെ വെറിക്കൂത്ത് കണ്ട്
ഇതിൻ്റെ സെക്യുലറിസ്റ്റ് മൈൻഡ് കണ്ട് നമ്മൾ തകർന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ പ്രതി വലിയ പീഡകളിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ കടത്തിവിട്ട, സ്വമനസാലെ കടത്തിവിട്ട വിശുദ്ധരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വിശുദ്ധയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു കുടുംബസ്ഥയാണ്. ജനോവയിലെ വിശുദ്ധ കാതറിൻ, ദ കാതറിൻ ഓഫ് ജനോവ. എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ വിവാഹത്തിൻ്റെ 10 വർഷത്തിന് ശേഷം കർത്താവിനാൽ പ്രത്യേകമായി സ്പർശിക്കപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശുദ്ധ, ലോകത്തിൻ്റെ ദൈവ നിഷേധം കണ്ട്, ലോകത്തിൻ്റെ പോക്ക് കണ്ട് കർത്താവിന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശുദ്ധ, an Italian saint, ജനോവയിലെ കാതറിൻ. അവൾ വിവാഹിതയായിരുന്നു. എന്നാലും കർത്താവിന് പ്രീതികരമായ രീതിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് അവളെ ഒന്നും തടസ്സപ്പെടുത്തിയില്ല. ഇങ്ങനെ എത്ര വിശുദ്ധർ, പ്രിയമുള്ളവരെ. തൂണുമേൽ ശിവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? നമുക്കില്ലേ ഗൂഗിൾ? നമുക്കില്ലേ ഇതെല്ലാം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഇന്നില്ലേ? മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഇന്നില്ലേ? നമ്മൾ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളിത് ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, നമ്മളിത് ഉപയോഗിക്കുക തന്നെ വേണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കർത്താവിന് വേണ്ടി ജീവിച്ച, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്ത, തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച, തങ്ങളുടെ ജീവിതങ്ങളെ തപശ്ചര്യ കൊണ്ട് നിയന്ത്രിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഉള്ള കർത്താവിൻ്റെ ദാഹം മനസ്സിലാക്കി, സ്വർഗത്തിൻ്റെ ദാഹം മനസ്സിലാക്കി പ്രാർത്ഥിച്ച വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾ അത് സംശയ മനസ്കരും ചഞ്ചല ചിത്തരുമായ ആത്മാക്കളാണ്. പ്രിയമുള്ളവരെ, ഈ സംശയം, ഞാനിതിനെക്കുറിച്ച് യാക്കോസിലുള്ള ലേഖനത്തിൽ എടുത്ത് വായിച്ചപ്പോൾ അവിടെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ഡബിൾ മൈൻഡഡ് ആൻഡ് വേവറിങ്. ഡബിൾ മൈൻഡഡ് ആൻഡ് വേവറിങ്. ഈ ഡബിൾ മൈൻഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണത്. നമുക്കവരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവര് എല്ലാം കേൾക്കും, പക്ഷേ അപ്രകാരം ഒന്നും പ്രവർത്തിക്കുകയില്ല. എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്വഭാവം വളരെ പെട്ടെന്ന് തന്നെ മാറാം. അതാണ് സംശയ മനസ്കരായ ആത്മാക്കളുടെ ഒരു കുഴപ്പം. സംശയ മനസ്കരായ ആത്മാക്കൾ അവര് ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നീട് ചെയ്യുന്നത്. ഡബിൾ മൈൻഡഡ്. മത്തായി സുവിശേഷം 6:24 പറയുന്ന പ്രകാരം 2 യജമാനന്മാരെ സേവിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ഈ സംശയ മനസ്കർ അവരെപ്പോഴും 2 യജമാനന്മാരെ അവർ സേവിക്കാനായി എപ്പോഴും ശ്രമിക്കും. ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്, പ്രിയമുള്ളവരെ. എവിടെയാണ് മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ സംശയം കടന്നു വന്നത്? സാത്താൻ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യനെ അവൻ്റെ കൃപയിൽ നിന്ന് അകറ്റിക്കളയുവാനായി അവിടെ സാത്താൻ ഹൗവയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ എന്താണ്, പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞത്? അവൻ മറ്റൊന്നുമല്ല, അവനൊരു സംശയം, അവൻ്റെ ഒരു സംശയം അവളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അവൻ്റെ ഒരു ചെറിയ സംശയം. എന്താണ് അവൻ പറഞ്ഞത്? ദൈവം നിങ്ങളോട് പറഞ്ഞത് സത്യമല്ല. ഈ പഴം തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ നന്മതിന്മകൾ തിരിച്ചറിയും. അത് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും.
അങ്ങനെ ഹൗവയുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ഒരു സംശയം കൊണ്ടിരിക്കുകയാണ് ഹൗവയുടെ ജീവിതത്തിൽ. അപ്പോൾ ഹൗവയ്ക്ക് ഭയങ്കര സംശയമായി. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്ന, ഞങ്ങളെ ദൈവത്തെ പോലെ ആക്കുന്ന ഈ പഴം ദൈവം എന്തിനു മറച്ചു വെച്ചു? അപ്പോൾ ദൈവം സ്നേഹമാണോ? അപ്പോൾ ഞങ്ങൾക്ക് വിലയില്ലേ? ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ഹൗവയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ ഡിസീവർ, ചതിയൻ, നുണയൻ, പിശാച് നമ്മുടെ ജീവിതത്തിൽ അന്നും ഇന്നും പയറ്റുന്ന തന്ത്രം ഇത് തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം കൊണ്ടിരിക്കുകയാണ് അവൻ എപ്പോഴും ചെയ്യുന്നത്. എന്താണത്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് തന്നെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പല രീതിയിലുള്ള സംശയങ്ങൾ കൊണ്ടുവരാനായിട്ട് അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഹൗവ എന്നാൽ ആ നുണയിൽ വീണുപോയി. പ്രിയമുള്ളവരെ, ആ ചതിയിൽ ഹൗവ പെട്ടുപോയി. പക്ഷെ നാം അതുകൊണ്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പുതിയ ഹൗവയായ പരിശുദ്ധ അമ്മ ഏതു കൃപാവരം ഹൗവ അവിശ്വാസത്തിലൂടെ, അനുസരണക്കേടിലൂടെ നഷ്ടമാക്കിയോ, അതേ കൃപാവരം പുതിയ ഹൗവയായ നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മ അനുസരണത്തിലൂടെ, വിശ്വാസത്തിലൂടെ, വിധേയത്തിലൂടെ അത് നമുക്ക് തിരികെ നേടിത്തന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനാൽ അയക്കപ്പെട്ട സ്വർഗത്തിന്റെ ദൂതിനെ, സ്വർഗത്തിന്റെ ആ ഒരു സന്ദേശത്തെ, സ്വർഗത്തിന്റെ ആ ഒരു ആവശ്യത്തെ പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായും സ്വീകരിക്കുകയാണ് ചെയ്തത്. തൻ്റെ വലിയ അനുസരണത്തിലൂടെ, എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ ആ ഒരു ദൈവത്തോടുള്ള പൂർണ്ണ വിധേയത്തിലൂടെ മാറ്റമില്ലാത്തവനായ, മാറാത്തവനായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണ അനുസരണത്തിന് വിധേയമായി പരിശുദ്ധ അമ്മ മാനവരാശിക്ക് നഷ്ടമായ കൃപാവരം, നഷ്ടമായ എല്ലാ കൃപാവരങ്ങളും അവൾ നേടിക്കൊടുത്തു. നമ്മുടെ അടിമത്തത്തിൽ നമ്മളെ വിടുവിക്കുവാൻ, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവൾ തയ്യാറായി. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടമായ വരപ്രസാദം, ദൈവ ഐക്യം, പറുദീസ അവസ്ഥ, ഇതൊക്കെ നമുക്ക് യേശുവിലൂടെ ലഭ്യമായി. നമ്മൾ കാണുന്നില്ലേ വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായത്തിൽ, അവിടെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: സ്വർഗത്തില് യുദ്ധമുണ്ടായതിനു ശേഷം, സ്വർഗത്തിൽ മിഖായേലും അവന്റെ സൈന്യവുമായി യുദ്ധമുണ്ടായതിനു ശേഷം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പിശാച്, സ്വർഗത്തില് ഇടമില്ലാതായി തീർന്ന പിശാച്, അവൻ അരിശം പൂണ്ട് ആൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയെ തേടി പുറപ്പെട്ടു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ അവൻ ആരെ തേടിയാ പുറപ്പെട്ടത്? സംശയിക്കാത്തവളായ, ചഞ്ചല മനസ്ക അല്ലാത്ത പരിശുദ്ധ അമ്മയെ തേടി. ഇന്നും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെയും അവളെ സംബന്ധിക്കുന്ന സത്യങ്ങളെയും അവളുടെ മക്കളെയും തേടിയല്ലേ സാത്താൻ പരക്കം പായുന്നത്? ഏതൊരാത്മാവിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാണുന്നുവോ, ഏതൊരു ആത്മാവിന് പരിശുദ്ധ അമ്മയോട് ഒരു കൂട്ട് കാണുന്നുവോ, ഒരു ബന്ധം കാണുന്നുവോ, ആ ആത്മാവിനെ സാത്താൻ നരകം മുഴുവനും ഭയപ്പെടുകയായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. പരിശുദ്ധ അമ്മയോട് നമ്മൾ വിശ്വാസികൾ അടുക്കുന്നത്, നമ്മൾ മക്കൾ അമ്മയെ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത് ഒക്കെ അവന് വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം അവനറിയാം
പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിന്നാൽ, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണമേ എൻ്റെ പ്രിയമുള്ളവരെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, വലിയ സംശയം സഭയെക്കുറിച്ച്, സഭാ വിശ്വാസത്തെക്കുറിച്ച്, സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് തന്നെയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഏതൊരു ദൈവമകനോ മകളോ പരിശുദ്ധ അമ്മയുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ, നരകം മുഴുവനും ഒരുമിച്ച് വന്നാലും, നരകത്തിൻ്റെ എല്ലാ ശക്തികളും ഒരുമിച്ച് വന്നാൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ ആ വ്യക്തിയെ ഇളക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സംശയം ഇടാൻ സാത്താനെ കൊണ്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ. അതല്ലേ പ്രിയമുള്ളവരെ, അതല്ലേ വിശ്വാസികളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാതെ സാത്താൻ അവന്റെ തന്ത്രങ്ങൾ പയറ്റുന്നത്. കഴിഞ്ഞ ദിവസം സന്തോഷ് ബ്രദർ എടുത്തതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വിഷം, അവൻ്റെ വായിൽ നിന്ന് വരുന്ന നുണക്കഥകൾ, ആ പഠനങ്ങളല്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും കർത്താവിൻ്റെ മക്കളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാതെ, പരിശുദ്ധ അമ്മയെ പൂർണ്ണമായി മനസ്സിലാക്കാതെ മാറ്റി നിർത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ മഹാത്മ്യം, അവക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം, അവക്ക് നമ്മുടെ ആത്മാവിൻ്റെ മേലുള്ള സ്വാധീനം, അവക്ക് നരകത്തിൻ്റെ മേൽ ദൈവത്താൽ നൽകപ്പെട്ട അധികാരം, ഇത് തിരിച്ചറിയുന്ന ആത്മാക്കൾ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർക്കാം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയോട്, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ എല്ലാ മേഖലകളെയും നമുക്കിതാ പരിശുദ്ധ അമ്മയോട് ചേർക്കാം. നമ്മൾ അമ്മയോടൊപ്പം ചേർന്ന് നിന്നാൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുവാനോ, നമ്മുടെ വിശ്വാസം നമ്മളെ ഇളക്കുവാനോ, നമ്മളെ എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാനോ അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ചഞ്ചല ചിത്തത, പത്രോസ് എഴുതിയ ലേഖനം, 2-ാം ലേഖനം, അധ്യായം 3 വാക്യം 16. പത്രോസ് അധ്യായം 3 വാക്യം 16. അവിടെ ഇങ്ങനെ പറയുകയാണ്: അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നുവെന്ന്. ഉണ്ടോ? ചഞ്ചല മനസ്കരായ ആത്മാക്കളുടെ മറ്റൊരു അപകട അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണത്? അത് അവർ വിശുദ്ധ ലിഖിതങ്ങളെ വളച്ചൊടിക്കുകയാണ് പലപ്പോഴും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. കണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, സഭയുടെ സമ്പന്നതയിൽ നിന്ന്, സഭയുടെ ശരിയായ പഠനത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, നമ്മുടെ മനസ്സുകളെ മാറ്റുവാൻ സാത്താൻ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമ്മൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർത്താവിനോട് ചേരുവാൻ തയ്യാറാകുമ്പോൾ അത്ഭുതകരമായി നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അവനെ കൊണ്ട് സാധിക്കും. ഇനി നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രിയമുള്ളവരെ ഈ സംശയം കൊണ്ടിരുന്നത്? എവിടെയാണ് ഈ സംശയം കൊണ്ടിരുന്നത്? ലോകത്തിൻ്റെ കാര്യങ്ങളാണോ? അല്ല. മറ്റ് ഭൗമികമായ മേഖലയാണോ? അല്ല. അതൊന്നുമല്ല പ്രിയമുള്ളവരെ. ലോകകാര്യങ്ങളോ ഭൗമിക മേഖലയോ ഒന്നുമല്ലത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഏതു മേഖലയിലാണ് അവൻ്റെ ശ്രദ്ധ എന്ന്. അവൻ്റെ ശ്രദ്ധ അത് ആത്മീയമായ മേഖലകളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ ഭാവിയെക്കുറിച്ചോ ഒക്കെ കൊണ്ടുവരാവുന്ന ഒരു ആശങ്കയ്ക്കല്ല ഒരു പരിധിയുണ്ട് പ്രിയമുള്ളവരെ.
അത് പോരാടി 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 അവൻ മടുത്തു. അവന് മനസ്സിലായി അതുകൊണ്ടൊന്നും ഇനി ഒരു രക്ഷയില്ലെന്ന് അവന് വളരെ വ്യക്തമായി മനസ്സിലായി പ്രിയമുള്ളവരെ. അപ്പോൾ അവൻ വീണ്ടും നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ അവൻ സംശയം കൊണ്ടുവരാൻ ആരംഭിച്ചു. നമുക്കതിനെ പല പല പോയിന്റുകളായി കാണാം. ഒന്നാമതായി അവൻ കൊണ്ടുവരുന്ന സംശയം അത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. അതെ, ഒന്നാമതായി സാത്താൻ ഈ കാലഘട്ടങ്ങളിൽ ലോകത്ത് കൊണ്ടുവരുന്ന സംശയം അത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ഞാൻ എന്താണ് അപ്രകാരം പറയാൻ കാരണം അറിയാമോ പ്രിയമുള്ളവരെ? നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ദൈവവിചാരം അറ്റുപോയിരിക്കുന്ന ഒരു സമയമാണിത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഇത്. ഞാൻ പറയാം, ഒരു കാലത്ത് സ്പെയിൻ എന്ന രാജ്യം, ഒരുപാട് മിഷണറിമാരെ ലോകത്തിന് സംഭാവന നൽകിയ ഒരു രാജ്യമാണത്. ഇഗ്നേഷ്യസ് ലയോള, ഫ്രാൻസിസ് സേവിയർ, ജൂനിപ്പർ സെറെ, ഫ്രാൻസിസ്കോ സൊളാനസ്, ഇങ്ങനെ തുടങ്ങിയ അനവധി വിശുദ്ധര്, അനവധി മിഷണറിമാര്, അമ്മ ത്രേസ്യ, ജോൺ ഓഫ് ദി ക്രോസ് തുടങ്ങിയ മഹാവിശുദ്ധര് ഇനിയുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊക്കെ പഠിക്കണം പ്രിയമുള്ളവർ. ഇതൊക്കെ ഇങ്ങനെ ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ സുവിശേഷം പടർത്തുവാൻ വേണ്ടി അനവധി മിഷണറിമാരെ സംഭാവന ചെയ്ത സ്പെയിൻ എന്ന രാജ്യം. എന്നാൽ നമ്മൾ ഇപ്പോഴൊന്ന് എടുത്തു നോക്കിയേ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയേ, 58% പരം, അതിൽ മുകളിൽ കാത്തലിക് വിശ്വാസികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പ്രാക്ടീസിങ് ആയിട്ടുള്ള വിശ്വാസികൾ വെറും 19.8% മാത്രമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഉണ്ടോ? വെറും 19.8% മാത്രമേ ഉള്ളൂ പ്രാക്ടീസിങ് ആയിട്ടുള്ള വിശ്വാസികൾ. അവരിൽ ഡെയിലി ചർച്ച് ഗോയേഴ്സ്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർ അത് 12%-നും താഴെയാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ ആ കണക്കും മാറിക്കാണാൻ സാധ്യതയുണ്ട്. പുതിയ കണക്ക്, ആ കണക്ക് ഉറപ്പായിട്ടും ഇവരുടെ ശതമാനം കുറയ്ക്കുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും കൂട്ടുകയില്ല. കണ്ടോ? 34% അവിടെ എത്തയിസ്റ്റുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണമേ, പൂർണ്ണമായും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്, കത്തോലിക്കൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണത്. അവിടെ ഇന്ന് എത്തയിസ്റ്റുകളുടെ ശതമാനം 35 കഴിഞ്ഞു. ഇപ്പോഴൊക്കെ അതെല്ലാം വളരെ കടന്നു പോയിട്ടുണ്ടാവും പ്രിയമുള്ളവരെ. ഇനി ഉള്ള 58%-ൽ ഈ 19% കഴിഞ്ഞ് ബാക്കി 37% വിശ്വാസികൾ അവർ കത്തോലിക്കരാണെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവരിത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവർ തങ്ങൾ വിശ്വാസികളാണെന്ന് സ്വയം സ്വീകരിക്കുന്നുമില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കാണുമ്പോൾ നമുക്കൊരു വേദന തോന്നണ്ടേ പ്രിയമുള്ളവരെ? വേണ്ടേ? ഇനി ഞാൻ പറയാം, ഹോളണ്ട് എന്ന രാജ്യം നിങ്ങളെടുത്തു. ഹോളണ്ട്, നെതർലാൻഡ്സ്, ഒരു കാലത്ത് ലോകത്തിലേക്ക് അനവധി മിഷണറിമാരെ വിട്ട ഒരു രാജ്യമാണിത്. ഇന്ന് ചർച്ച് ഗോയേഴ്സ് ബിലോ 3%. പള്ളിയിൽ പോകുന്ന വിശ്വാസികളുടെ, ഞാനത് പറയാം, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ആ കണക്ക് വീണ്ടും മാറിയിട്ടുണ്ടാകാം. ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കുക, നിങ്ങൾ ഓരോ രാജ്യവും എടുത്തു നോക്കുക. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ നേഷൻസ്, അവിടെ എന്താണ്? അവിടെ എത്തയിസം വിശ്വാസികളുടെ ശതമാനത്തേക്കാൾ കൂടുതലാണ്. അവിടെ വലിയ തകർച്ചയിലാണ് പ്രിയമുള്ളവരെ ഇവരിലൊക്കെ പോകുന്നത്. ഇനി ഞാൻ പറയാം, അത് പോട്ടെ, നമ്മളിതിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, നമ്മൾ ശ്രദ്ധിക്കണമേ. ഇത്തരം രാജ്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ അവയെടുത്ത് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. അവയെടുത്ത് അവിടുത്തെ മിഷണറിമാകാൻ വേണ്ടി നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥന നമുക്ക് ആരംഭിച്ച്
പ്രാർത്ഥനയിലൂടെ ആ രാജ്യത്തെ നമുക്ക് പിടിക്കുവാൻ സാധിക്കും പ്രിയമുള്ളവരെ. പണ്ട് പോയതുപോലെ നമ്മൾ അവിടെ ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ രാജ്യങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് നേടുവാൻ കഴിയും പ്രിയമുള്ളവരെ. ഇനി ഞാൻ പറയുകയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ അതൊന്ന് പരിശോധിച്ച് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല? നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യൂത്ത്, അവരിപ്പോൾ പള്ളിയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അകലുകയാണ് പ്രിയമുള്ളവരെ. യൂറോപ്പിലെ ഒരു ഗതി അത് നമ്മുടെ നാട്ടിലും വരുമോ പ്രിയമുള്ളവരെ? നമ്മൾ ഏറെ വേദനയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ അത് നമ്മുടെ നാട്ടിൽ സംജാതമാകുമോ? അങ്ങനെ ആകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമായിരിക്കും പ്രിയമുള്ളവരെ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് പിന്നെ സാത്താൻ പ്രധാനമായും സംശയം കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചാണ്, വിശ്വാസത്യങ്ങളെക്കുറിച്ചാണ്, ഡോഗ്മാസിനെ കുറിച്ചാണ്, സഭാ പഠനങ്ങളെക്കുറിച്ചാണ്. സഭയുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിയ പ്രിയമുള്ളവരെ, സഭാ പ്രബോധനങ്ങളിൽ നിന്ന്, സഭയുടെ ടീച്ചിങ്സിൽ നിന്ന് എന്നെല്ലാം വളരെ അകലെയല്ലേ പല പല സഭകളും ഇന്ന്. ജർമ്മൻ സഭയുടെ അവസ്ഥ, ഇംഗ്ലണ്ടിലെ സഭ, ഇങ്ങനെ പല സഭകൾ. വേദനയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കാലഘട്ടമല്ലേ പ്രിയമുള്ളവരെ ഇത്? വീണ്ടും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ, പിന്നെ സാത്താൻ സംശയം കൊണ്ടുവരുന്നത് അത് പ്രസാദപര സ്രോതസ്സായ കൂദാശകളെ കുറിച്ചാണ്. സാക്രമെന്റ്സ്, അദൃശ്യമായ വരപ്രസാദത്തിൻ്റെ ഉറവിടമായ ദൃശ്യമായ കൂദാശകളിൽ അവൻ ഇപ്പോൾ സംശയം ജനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും സാത്താൻ ആക്രമിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് പ്രിയമുള്ളവരെ. ഹോളി യൂക്കറിസ്റ്റ്, വിശ്വാസത്തിന്റെ രഹസ്യമെന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പറഞ്ഞ, പോപ്പ് എമിരിറ്റസ് പറഞ്ഞ വിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, വിശുദ്ധ കുർബാനയെ അവൻ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? അത് വൈദികരെ ആക്രമിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയും വൈദികരും, വിശുദ്ധ കുർബാനയും അഭിഷിക്തരും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല പ്രിയമുള്ളവരെ. വൈദികരെ ഇടിച്ചു താഴ്ത്തി, അവരെ അപമാനിച്ച്, അവരെ മ്ലേച്ഛ കഥാപാത്രങ്ങളാക്കി കാണിച്ചുകൊണ്ട് നമ്മുടെ കൃപയുടെ ഉറവിടമായ, നമ്മുടെ ഭക്തിയുടെ പരമാന്ത്യമായ ഉറവിടമായ വിശുദ്ധ കുർബാനയെ ആക്രമിക്കുകയല്ലേ പ്രിയമുള്ളവരെ? ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കുള്ള എല്ലാ വരപ്രസാദവും അത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കും പ്രിയമുള്ളവരെ. ഒരിക്കൽ പോലും നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. അവരിവരും പറയുന്നത് കേട്ട് വിശുദ്ധ കുർബാനയെയും അതർപ്പിക്കുന്ന പുരോഹിതരെയും നമ്മൾ സംശയിക്കരുത്. നമ്മൾ പുരോഹിതരെ നമ്മുടെ വായിക്ക് തോന്നുന്നത് പറയരുത്. ഞാൻ വളരെയേറെ വർഷങ്ങൾ മിഷൻ സ്റ്റേഷനുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റൊക്കെ. അവിടെ ഞാൻ പല വൈദികരെയും കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിതം കണ്ടിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാം പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ സത്യം പലപ്പോഴും വിഭിന്നമാണ് പ്രിയമുള്ളവരെ. സത്യവുമായിട്ട് പറയപ്പെടുന്നതിന് യാതൊരു ബന്ധവും കാണുകയില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുമ്പസാരത്തെയും അവൻ അറ്റാക്ക് ചെയ്യും. കാരണം ഏറ്റവും വലിയ ഡെലിവറൻസ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് കുമ്പസാരത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ കുമ്പസാരത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള എല്ലാ പരിശ്രമവും സാത്താൻ നടത്തുന്നില്ലേ? അത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അത് വീണ്ടും ഞാൻ പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്കെതിരെയുള്ള ഭക്തിക്കെതിരെ അവൻ സംശയം കൊണ്ടുവരും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്കെതിരായിട്ട് അവൻ സംശയം കൊണ്ടുവരും പ്രിയമുള്ളവരെ. അവനറിയാം, ഒരു വിശ്വാസി മറിയത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസി യേശുവിന് പ്രിയപ്പെട്ട ഒരു ആത്മാവായി മാറുമെന്ന്, മറിയത്തിലൂടെ യേശുവിൻ്റെ ഒരു വിശ്വസ്ത ദാസനായി മാറുമെന്ന്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ
തൻ്റെ അന്ത്യകാല പ്രേക്ഷിതരുടെ രൂപീകരണം തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അത് തടയാൻ നരകത്തിൻ്റെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ആത്മാക്കളെ പ്രത്യേകമായി കൊടുത്ത് ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു പീഡയാണ്, ഇതൊരു പൈശാചിക പീഡയാണിത്. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ ഈ പീഡ പുറത്തു പോവുകയുള്ളൂ. ശരിയായ ടീച്ചിങ്സ് കൊടുക്കുന്നതിലൂടെ മാത്രമേ പ്രിയമുള്ളവരെ ഈ പീഡ പുറത്തു പോവുകയുള്ളൂ. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ പീഡയിലൂടെ കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കൃപ വർഷിക്കണമേ. ഷാര ബാര 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 ബാര. ഡെലിവർ യുവർ പീപ്പിൾ ലോർഡ്. ജീസസ് നെയിം. ദൈവമേ, എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന് നിന്റെ ജനത്തെ നീ തിരികെ പിടിക്കണമേ. പരിശുദ്ധ മാതാവേ, അനവധി ആത്മാക്കളെ ഇപ്പോൾ അമ്മ സ്വന്തമാക്കണമേ. ഈശോയ്ക്ക് വേണ്ടി സ്വന്തമാക്കണമേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഷാര ബാര 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 ബാര. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി പടരട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഒറ്റ വിളിയേശുവേ. എൻ്റെ പ്രിയമുള്ളവർ, നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് റാണി ചേച്ചിയുടെ സന്ദേശം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രവിക്കാം. സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തിയ ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് ഏറെ ശ്രദ്ധയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മാർപ്പാപ്പയ്ക്കും സകല മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ജൂലൈ 13 ഈ ഷെക്കേന മിനിസ്ട്രിയിലൂടെ ടെലിവിഷനിലൂടെ നമ്മൾ പരിശുദ്ധ ദൈവമാതാവ് ഇറ്റലിയിലെ മോണ്ടിച്ചിയാരിയിലെ പീറീന ഗില്ലി എന്ന് പറയുന്ന ഒരു വിഷണറിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പാപം പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടതും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഹൃദയത്തിലെ 3 വാളുകളായി പ്രത്യക്ഷപ്പെട്ടതും ആ വാളുകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തതും പിന്നീട് ആ വാളുകൾക്ക് പകരം 3 പൂക്കളായിട്ട് പ്രത്യക്ഷപ്പെട്ടതും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തതൊക്കെ നമ്മൾ കേട്ടു. വർഷങ്ങളായിട്ട് നമുക്കിതൊക്കെ അറിയാം. അമ്മ പറഞ്ഞു, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മാർപ്പാപ്പയ്ക്കും സകല മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വീണ്ടും വീണ്ടും അമ്മ മക്കളോട് എന്തിനാ ഇത് ഓർമ്മിപ്പിക്കുന്നേ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നമ്മുടെ മാർപ്പാപ്പയ്ക്ക് കരുത്ത് പകരാനായിട്ട് മാർപ്പാപ്പ സ്വയം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമെന്ന് നമുക്ക് വിളിക്കാമെങ്കിൽ മാർപ്പാപ്പ നമ്മുടെ കാണപ്പെട്ട വിശ്വാസത്തിൻ്റെ പിതാവല്ലേ, ദൈവമല്ലേ? കാണപ്പെട്ട ദൈവം എന്നൊക്കെ വിളിക്കാവുന്ന മാർപ്പാപ്പയ്ക്ക് ശക്തി പകരാൻ ഈ ലോകം മുഴുവനെയും വിശ്വാസത്തിൻ്റെ
വഴിയിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന പാപ്പായ്ക്ക് ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ശക്തിയും ദൈവകൃപയും കിട്ടാനായിട്ട് മനുഷ്യമക്കളായി നമ്മൾ പ്രാർത്ഥിക്കണം. സകല മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു രൂപതയെ നയിക്കുന്ന ഒരു മെത്രാൻ, 3 രൂപതകൾ അതിൽ കൂടുതലോ രൂപതകളെ നയിക്കുന്ന അതിരൂപത അധ്യക്ഷനായ മെത്രാൻ, അങ്ങനെ പല സംവിധാനങ്ങളും നമുക്ക് സഭയിലുണ്ട്. എല്ലാ മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കേ. അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അവരും മനുഷ്യരാണ്, അവർക്ക് കുറവുകളുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ തികവോടെ നിറവോടെ നയിക്കാൻ ദൈവം അവരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആദിമ കാലഘട്ടങ്ങളിൽ നമ്മുടെ സഭയുടെ ചരിത്രം പരിശോധിച്ചാലും വിശുദ്ധ ബൈബിൾ നമുക്ക് നോക്കിയാലും കാണാൻ സാധിക്കും, പ്രവാചകരെ അഭിഷേകം ചെയ്യുന്ന കർത്താവ്. പുതിയ നിയമത്തിലും ഈശോ പ്രവാചകരായ ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ അഭിഷേകം ചെയ്യുന്നു. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ദൂത് പ്രഘോഷിക്കാൻ, ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ, അധരം കൊണ്ട് പ്രഘോഷിക്കാൻ, അധരം കൊണ്ട് പ്രഘോഷിക്കുന്നത് ജീവിതത്തിൽ പൂർണ്ണമാക്കാൻ അവരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ത്യാഗം അവരെടുത്തിട്ടുണ്ട്, അതിനുള്ള ദാഹം അവർക്കുണ്ട്. എന്നാൽ മണൽത്തിട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നവൻ പലതരത്തിലുള്ള ചിന്തകളിലും വഴികളിലും അവരെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ കുറ്റപ്പെടുത്തി കയ്യും കെട്ടിയിരുന്നിട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയിട്ട് കാതുപൊത്തിയിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കണം. പാവപ്പെട്ട മക്കളാണ് വൈദികർ, പാവപ്പെട്ട മക്കളാണ് സന്യസ്തർ. ഈ ലോകത്തിൻ്റെ എല്ലാം അവർക്ക് നേടാമായിരുന്നു. ഈ ലോകത്തിൽ വൈദികനാകാതെ, സിസ്റ്ററാകാതെ അവർക്ക് ജീവിക്കാമായിരുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പ്രതി ഷണ്ഡന്മാരായവര്, കർത്താവിന് വേണ്ടി ആ ദാഹം ഉള്ളിൽ തീ പോലെ കത്തി കത്തി ജ്വലിക്കാനായിട്ട്, പ്രിയ ദൈവജനമേ, പ്രിയ ദൈവ പൈതലേ, നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ഒരു പ്രാർത്ഥന മതി അവർക്കത് കിട്ടാൻ. പ്രാർത്ഥിക്കണം. അമ്മ പറയാ, നിന്റെ അമ്മ, യേശുവിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ പറയാ, കുഞ്ഞേ നീ പ്രാർത്ഥിക്കേ എന്ന് വൈദികനോടായിട്ട് മാത്രമല്ല പറയുന്നേ എന്ന് കരുതി വൈദികർ പ്രാർത്ഥിക്കരുത് എന്നുമല്ല പറയുന്നേ. അവർക്ക് ആഗ്രഹമുണ്ട്, പലപ്പോഴും സാധിക്കുന്നില്ല. അതാണ് സത്യം. പ്രാർത്ഥിക്കണം. അവർ തമ്മിൽ എതിർക്കുന്ന അവസ്ഥ കൂടുതൽ സൃഷ്ടിക്കാൻ സാത്താൻ ശക്തിയോടെ പരിശ്രമിക്കുന്നു. കേട്ടോ, അവർക്ക് എതിർക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ എതിർക്കാൻ, അങ്ങനെയുള്ള അവസ്ഥ കൂടുതൽ സൃഷ്ടിക്കാൻ സാത്താൻ ശക്തിയോടെ പരിശ്രമിക്കുന്നു. അശുദ്ധ പാപങ്ങൾക്ക് ഇരയാകാൻ അവരെ അവൻ പ്രേരിപ്പിക്കുന്നു. ഈ പ്രേരണ കൊടുക്കലാണല്ലോ പിശാചിൻ്റെ പണി. എന്നിട്ട് അവൻ മാറി നിൽക്കും. അതാണല്ലോ പറുദീസായിൽ നിന്ന് നമ്മുടെ പൂർവ്വപിതാവായ ആദത്തിനെയും ഹവ്വയെയും പുറത്താക്കാനുള്ള കാരണം. പ്രേരണ കൊടുത്തു. അരുതെന്ന് ദൈവം പറഞ്ഞതിനെ പ്രേരണ കൊടുത്തിട്ട് അവൻ ആ പാപം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ പ്രേരണകൾക്ക് അവർ വിധേയരായി. അമ്മ പറയ ഇന്നും ഉണ്ട്, അശുദ്ധമാണ്, ശുദ്ധമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അത് ചെയ്യാനായി ആ അശുദ്ധിയിലേക്ക് അവരെ ഇരകളാക്കി വലിച്ചഴച്ചു കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ അവരുടെ കൺമുൻപിൽ നിൽക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ മുള്ളുകൾ നിറഞ്ഞ റോസാ ചെടികളുടെ ഇടയിൽ കിടന്ന് ഉരുണ്ട് വേദന സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്മേൽ പ്രബലപ്പെട്ടുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിച്ച് വിശുദ്ധനായ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, അശുദ്ധിയെ അതിജീവിക്കാൻ, ശുദ്ധത എന്ന പുണ്യം നേടാൻ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം തേടാൻ ഈ പുരോഹിതർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ സാധിക്കേണ്ടതിന് കുഞ്ഞേ നീ പ്രാർത്ഥിക്കണം. അവരെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ പ്രാർത്ഥിക്കണം. എന്നെ വണങ്ങുന്ന പുരോഹിതരെ അവഹേളിപ്പിക്കുകയും പുച്ഛിപ്പിക്കുകയും ചെയ്യാൻ അവൻ വലിയ ഉത്സാഹവാനായിരിക്കുന്നു. അതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്.
ഒരു സിസ്റ്ററിന് അല്ലെങ്കിൽ ഒരു വൈദികന് ഒരു തെറ്റ് പറ്റി എന്ന് കേൾക്കുമ്പോൾ അവഹേളിക്കാറില്ലേ, പുച്ഛിക്കാറില്ലേ? ഈ അച്ഛനിത് എന്തിൻ്റെ കേടാ, ഈ സിസ്റ്ററിനത് ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കാറില്ലേ? എന്ത് ധൈര്യമുണ്ട് കുഞ്ഞെ നിനക്കത് ചോദിക്കാൻ? നിന്നെപ്പോലെ മജ്ജയും മാംസവും ഒക്കെ ഉള്ള മനുഷ്യരാ അച്ഛന്മാര്, സിസ്റ്റേഴ്സും ഒക്കെ. അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ ലൈംഗികതയെ പോലും മാറ്റി നിർത്തിയിട്ടല്ല കർത്താവ് അവരെ വിളിച്ചത്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ വിളിച്ചിരിക്കുന്നേ. എന്നിട്ട് അവരെ ത്യാഗം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ചങ്കത്ത് കൈവച്ച് ദൈവത്തിന് വാക്കുകൊടുത്ത് ഇറങ്ങിയവരാ. അവർക്ക് തെറ്റുപറ്റുന്നത് അവരതിൽ മുഴുകിയിട്ടല്ല, അവരെ മുക്കിയിട്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ അവർക്കൊക്കെ അനുഭവിക്കാൻ അതിനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും അവരെടുത്ത വ്രതങ്ങൾ, അവരെടുത്ത ദൈവത്തോട് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാനായിട്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാ വൈദികരും സിസ്റ്റേഴ്സും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ നമ്മളോട് പറയാ, നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഏതെങ്കിലും ഇന്ത്യയുടെ അതിർത്തിയിലോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയിലോ നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഭീഷണികൾ മുഴക്കി മരിച്ചു വീഴുമോ എന്ന് ഭയം നമുക്കുണ്ടാകും. നമ്മൾ ചങ്കുവട്ടി പ്രാർത്ഥിക്കും, ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കും, ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോരില്ല. നമ്മൾ പ്രാർത്ഥിക്കും, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന് ഒരു അപകടവും വരുത്തല്ലേ എന്ന്. അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഒരു പരീക്ഷണത്തിൻ്റെ സമയത്ത്, സഹനത്തിൻ്റെ സമയത്ത്, യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു അമ്മ, ഒരു അപ്പൻ, ഒരു പെങ്ങള്, ഒരു അനുജൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ, ഒരു ചെറിയ കുട്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, സ്വന്തക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, സ്വന്തപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രിയ ദൈവവൈതലേ, നീ അടങ്ങുന്ന ഈ സഭാഗാത്രം നിന്റെ കുടുംബമാണ്. ഈ ഗാത്രത്തിലെ ഒരവയവം. നിന്റെ ചേട്ടൻ ഒരു അച്ഛനായി, നിന്റെ ചേച്ചി ഒരു സിസ്റ്ററായി, നിന്റെ പെങ്ങള്, നിന്റെ ഒരു അനുജത്തി ഒരു വൈദികനായി, ഒരു കന്യകാസ്ത്രീയായി അവൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവളോട് തന്നെ, അവളുടെ ശരീരത്തോട്, അവളുടെ മനസ്സിനോട്, അവളുടെ ആഗ്രഹങ്ങളോട് എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ, ഉയർത്തിയ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നു തന്നെ ഇരിക്കാൻ, സമർപ്പിച്ച സമർപ്പണങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ, പാപത്തിൻ്റെ അശുദ്ധിയിലേക്ക്, ശുദ്ധതയെ കെടുത്തുന്ന ഏതെങ്കിലും ഒരു തിന്മയിലേക്ക്, ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക്, ഏതെങ്കിലും ഒരു സുഖ അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കേണ്ടതിന് തിന്മ പ്രേരണ കൊടുക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ആ സമയം ഉയരുന്നെങ്കിൽ നന്മയുടെ പ്രേരണ ആ വ്യക്തിയിലേക്ക്, ബുദ്ധിയിലേക്ക്, ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് പെയ്തിറങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പള്ളികളും അൾത്താരകളും കവർച്ച ചെയ്യാൻ അവൻ മനുഷ്യമക്കളെ തയ്യാറാക്കുന്നു. പള്ളികളും അൾത്താരകളും കവർച്ച ചെയ്യാൻ, പള്ളികൾ കവർച്ച ചെയ്യപ്പെടുന്നു, പള്ളികളൊക്കെ ഇടിച്ചു നിരത്തപ്പെടുന്നു. അത് ചാനലിലൂടെ വരുന്നതോ യൂട്യൂബിലൂടെ വരുന്നതോ കണ്ട് അയ്യോ എന്തൊരു സങ്കടം എന്ന് പറഞ്ഞ് ആശ്വസിക്കല്ലേ. മുട്ടുകുത്തി ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കേ. കർത്താവിൻ്റെ ആലയങ്ങളാണ് മനുഷ്യനാകുന്ന പള്ളികളെ, ആലയങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകളെ പൊട്ടിക്കാൻ, അൾത്താരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ സൂക്ഷിക്കാനുള്ള കടമ പ്രാർത്ഥനയിലൂടെ പോലും എനിക്കും നിങ്ങൾക്കുണ്ടെന്നുള്ള ഓർമ്മയിൽ ജീവിക്കാൻ മനുഷ്യമക്കളെ നമ്മൾ തയ്യാറാക്കണം. നമ്മൾ അതുപോലെയുള്ള വ്യക്തികളായിട്ട് മാറണം. 29ാമത്തെ സന്ദേശത്തിൻ്റെ തന്നെ തുടർച്ചയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മക്കളെ, സാത്താൻ വലിയ സൂത്രശാലിയാണ്. അവൻ നിങ്ങളെ ആക്രമിക്കുന്നതിനായി നിങ്ങളുടെ ബലഹീനതകൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയും അവയിലൂടെ അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ കള്ളപ്രവാചകന്മാരും തിന്മ നന്മ രൂപേണ മനുഷ്യഹൃദയങ്ങളിൽ കുത്തിവെക്കുന്നവരും ഇറങ്ങിയിരിക്കുന്നു. പിശാചിനറിയാം നമ്മുടെ ബലഹീനത എന്താണെന്ന്. അതിലൂടെ ചൂഴ്ന്നു കയറാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തിന്മയെ നന്മയുടെ രൂപത്തിൽ അവൻ അവതരിപ്പിക്കും.
അങ്ങനെ മനുഷ്യ ഹൃദയങ്ങളിൽ അത് കുത്തിവെച്ച് കഴിയുമ്പോൾ മനുഷ്യർ ആ തിന്മയ്ക്ക് വിധേയരായിത്തീരും. ആത്മീയ നിറവില്ലാത്തവർ അവരുടെ സിദ്ധാന്തങ്ങളെ വിശ്വസിക്കുകയും അറിവുകേടിൻ്റെ സന്തതികളായി വളരുകയും ചെയ്യുന്നു. ഇത് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കള്ളപ്രവാചകന്മാരുടെ ഒരു കാലഘട്ടമാണ് ഇത്. കള്ളനാണയങ്ങളെ തിരിച്ചറിയാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നുണ പ്രചരിപ്പിക്കുന്ന പ്രവാചകരായിട്ട് വരുന്നുണ്ട് പലരും. നുണയുടെ പ്രവാചകര് കള്ളത്തരം പറയുന്നത് കേൾക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ കൃപയുള്ള ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കണം. കള്ളനാണയങ്ങളെ തിരിച്ചറിയുക. പലരും കൈനോട്ടക്കാരെ പോലെയാ ഭാവി പ്രവചിക്കുന്നേ. പലരും ഇന്ന ദൈവവിളി തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലർക്ക് സന്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ടും ചിലപ്പോഴൊക്കെ അത് നന്മയായിട്ട് വരാറുമുണ്ട്. പക്ഷേ കള്ളത്തരങ്ങൾ ഒത്തിരി ഇന്നത്തെ കാലത്ത് സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. തിരിച്ചറിയണം. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. അതൊരു കുറ്റം പറിച്ചിലോ മുൻവിധിയോ ഒക്കെ ആയിട്ട് മാറരുത്. നമ്മൾ തിരിച്ചറിയണം, ജീവിതം കണ്ട് തിരിച്ചറിയണം. നമുക്ക് വലിയ സാക്ഷ്യങ്ങളല്ല വേണ്ടത്, ജീവിതം കണ്ട് തിരിച്ചറിയണം. നമ്മുടെ ജീവിതം വായിക്കപ്പെടുന്ന ഒരു സുവിശേഷമായിട്ട് മാറിയാൽ ഈ തിന്മയുടെ പ്രവചനങ്ങളെയൊക്കെ എതിർക്കാനായിട്ടും അല്ലെങ്കിൽ അവഗണിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഒരുപാട് മക്കളുണ്ട്, എപ്പോഴും കൈകളിൽ ബൈബിൾ ഉണ്ടായിരിക്കാം, അധരം തുറന്നാൽ വചനം മാത്രമായിരിക്കും പറയുന്നത്. ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടിയിട്ടുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും വിശുദ്ധ കുർബാന മുടക്കാതെയും കുടുംബ പ്രാർത്ഥന മുടക്കാതെയും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ ഒരു മുടക്കം വരുത്താതെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ ജീവിതം പലപ്പോഴും വചനാധിഷ്ഠിതമല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് എത്ര അശ്ലീലമായ വാക്കുകൾ പറഞ്ഞ കുറ്റം വിധിക്കുന്നേ. ഒരു പക്ഷേ അവർ പറയുന്ന വ്യക്തി ആ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യ, മറ്റുള്ളവരെ വിധിക്കാൻ നീ ആര് എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. വിധിക്കുന്ന നീയും ആ തിന്മ ചെയ്യുകയാ ആ സമയത്ത്. അതുകൊണ്ട് വിധിക്കേണ്ട, നമുക്ക് കുറ്റം പറയണ്ട. നമ്മൾ ഭൂമിയിലെ മാലാഖമാരായും പ്രവാചകരായൊക്കെ കാണുന്ന പലരും ഇന്ന് തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക, തിന്മയുടെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, തിന്മയെ നന്മ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം, തിരിച്ചറിവോടെ ജീവിക്കണം. ആത്മീയ നിറവില്ലാത്തതാണ് അതിൻ്റെ കാരണമെന്ന് അമ്മ തന്നെ പറയുന്നു, ഞാൻ പറയുന്നതല്ല. അമ്മ പറഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് യാതൊരു മടിയും ഇല്ല. ആത്മാവിൽ, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ സംയമനം പാലിക്കാൻ നമുക്ക് സാധിക്കും. പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രഘോഷിച്ച് തീർക്കാനുള്ളതല്ല സുവിശേഷം, ദൈവവചനം. ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്കും നന്മയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗമാണത്. അതിനെ ജീവിത മാർഗമാക്കി മാത്രം മാറ്റിക്കൊണ്ട് കള്ളപ്രവാചകന്മാരെ പോലെ ജീവിക്കുന്നത് വലിയ പാപമാണ്. വില കൊടുക്കേണ്ടി വരും, സൂക്ഷിക്കുക. വില കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. അത് ദൈവീക വഞ്ചനയാണ്, ദൈവത്തെ വഞ്ചിക്കുന്നതാണ്. ആ വഞ്ചനയ്ക്ക്, കപട പ്രവചനങ്ങൾക്ക്, തിന്മയെ നന്മ രൂപത്തിൽ കുത്തിവെക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് മനുഷ്യരായാലും രാഷ്ട്രീയക്കാരായാലും ഏത് സംസ്ഥാനമായാലും ഏത് നിയമ സംഹിതയാണെങ്കിലും. അബോർഷനെ നിയമത്തിൻ്റെ മുൻപിൽ നിയമസാധുതയായിട്ട് സാധ്യതയായിട്ടൊക്കെ പ്രഖ്യാപിച്ച രാജ്യങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മയെ നന്മയുടെ മൂടുപടം ധരിപ്പിച്ചിട്ട് അത് നിയമമാക്കി മാറ്റിയ രാഷ്ട്രങ്ങൾക്കും അധികാരികൾക്കും വേണ്ടി കുഞ്ഞെ നീ പ്രാർത്ഥിക്കേ. ഭ്രൂണഹത്യ പാപമാണ്. അതിനെ നന്മ കൊണ്ട് പൊതിയാൻ ഒരാൾക്കും പറ്റില്ല. ഒരു ജീവനെ വധിക്കുന്നത് പാപമാണ്. അതിന് യാതൊരു തരത്തിലുള്ള ആത്മീയ ആനുകൂല്യങ്ങളും പിന്നീട് നേടാം എന്ന് ചിന്തിച്ചിട്ട് ഇപ്പൊ പാപം ചെയ്യരുത്. ഏത് അധികാരത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് നിയമവ്യവസ്ഥിതിയാണെങ്കിലും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുൻപിൽ കൊല്ലരുത്, പാപം ചെയ്യരുത്. അത് തെറ്റാണ്. തിന്മ നന്മ രൂപത്തിൽ വരുന്നത് തിരിച്ചറിയണമേ ദൈവ പൈതലേ. എത്രയോ രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റുകൾ മ്ലേച്ഛതകളെ സംരക്ഷിക്കുവാനും
സത്യത്തിനെതിരെ നിയമങ്ങൾ ആവിഷ്കരിക്കുവാനും സന്നദ്ധരായിരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളും കേട്ടു, ജർമ്മനി പോലുള്ള യൂറോപ്യൻ കൺട്രികളിൽ പല തിന്മകളും അവകാശമായിട്ട് ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതരും ഇറങ്ങിയെന്ന്. ചങ്കു പൊട്ടിക്കരയല്ലേ നമ്മുടെ അമ്മ, നമ്മുടെ ഈശോ. ദൈവത്തിൻ്റെ സൃഷ്ടികള് സ്വയം ഭോഗത്തിനും സ്വവർഗ ഭോഗത്തിനും സ്വവർഗ അനുരാഗികളും ഒക്കെ ആയിട്ട് ജീവിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ, അതിനെ നിയമവ്യവസ്ഥതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ലോകത്ത് സോദോം ഗൊമോറ വരികയല്ലേ ചെയ്യുന്നത്? അവിടെ ഗന്ധകമിട്ട് അതിനെ നശിപ്പിച്ചതുപോലെ ഇന്ന് പല ഗന്ധകങ്ങളും ഉന്നതത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അല്ലയോ ദൈവ പൈതലെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്ക്. തിന്മയെ നന്മരൂപത്തിൽ കൊണ്ടുവരുന്നവർ ആരാണെങ്കിലും, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും അതിനെ തിരിച്ചറിവോടെ സ്വീകരിച്ചുകൊണ്ട് സോദോം ഗൊമോറയെ പോലെ നശിക്കപ്പെടാതിരിക്കാൻ, ഈ ലോകം നശിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തെ പോലെ ദൈവസന്നിധിയിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ ദൈവമേ എന്ന് ചോദിച്ചതുപോലെ, 40 ഉണ്ടെങ്കിൽ 30 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ 10 ഉണ്ടെങ്കിൽ എന്ന് വരെ ചോദിച്ചതുപോലെ, ഈശോയെ ഞാനുണ്ടെങ്കിൽ എന്ന് ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് ചുറ്റുമുള്ളവരുണ്ടെങ്കിൽ, നിന്റെ കുടുംബമുണ്ടെങ്കിൽ, നിന്റെ ഇടവകയുണ്ടെങ്കിൽ കർത്താവെ ലോകത്തെ നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കാൻ, ഈ പകർച്ചവ്യാധിയെ നീക്കിത്തരുമോ എന്ന് ചോദിക്കാൻ, സഭ നശിക്കാതിരിക്കാനായിട്ട് ചോദിക്കാൻ, നിന്റെ കുടുംബം നശിക്കാതിരിക്കാനായിട്ട് ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണര്, ഉണർന്നെഴുന്നേൽക്ക്. ഇല്ലെങ്കിലും ഉണര്, ഉണർന്നെഴുന്നേൽക്ക്. എന്നിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ വിരിച്ച് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്ക്. അതാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. സത്യം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കുറ്റവാളികളായി പരിഗണിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ ഓർക്കുക, ക്രൈസ്തവരുടെ പീഡനം ആരംഭിച്ചുവെന്ന്. നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടിരിക്കും. പല തലത്തിലും. ആത്മീയ തലത്തിൽ പീഡനങ്ങളില്ലേ? ശാരീരിക തലത്തിൽ പീഡനങ്ങളില്ലേ? വിശ്വാസത്തിന്റെ മേഖലയിൽ പീഡനങ്ങളില്ലേ? സ്വാതന്ത്ര്യത്തിന്റെ മേഖലയിൽ പീഡനങ്ങളില്ലേ? എത്ര കുരുതികളാ ഇന്ന് നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് വലുതായിട്ടൊന്നും അത് അനുഭവപ്പെടുന്നില്ലായിരിക്കാം. എന്നാൽ മിഷൻ രാജ്യങ്ങളിൽ മിഷണറിമാരായി പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര്, അവിടെ ജനിച്ചു വളർന്നിട്ടും മിഷൻ പ്രവർത്തനത്തിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട മക്കള് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന്റെ പേരില്, യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരില് നമ്മൾ കേൾക്കാത്തത് ഒത്തിരിയുണ്ട് പ്രിയപ്പെട്ടവരെ. പലരും പറഞ്ഞും അറിഞ്ഞും പലരും പങ്കുവെച്ച് ഞാനും കേൾക്കാറുണ്ട്. എന്താ ചെയ്യാ? ഏറ്റവും നോവനുഭവിച്ച് പ്രാർത്ഥിക്ക്. ഒരാത്മാവിന് ജന്മം നൽകാൻ, രക്തസാക്ഷികളായിട്ട് ദൈവത്തിന് വേണ്ടി മരിക്കാൻ, വിശുദ്ധ എസ്തപ്പാനോസിനെ പോലെ രക്തസാക്ഷിയായി തീരേണ്ട സമയത്ത് പോലും, മണിക്കൂറിൽ പോലും, ആ നിമിഷത്ത് പോലും സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനിരിക്കും, ദൂരം അധികമില്ല, ഇവർ എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുകയാണല്ലോ എന്ന നിറവോടെ രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ പൂർവീകരുണ്ട്, വിശുദ്ധരുണ്ട്. അവരെ പോലെ രക്തസാക്ഷികളാകുന്ന അനേകരുണ്ട് ഇന്ന് ലോകത്ത്. എത്ര വൈദികരാണെന്നറിയോ? ചെറ്റക്കുടിലിൽ താമസിച്ചിട്ട് അവിടെയുള്ള മക്കളെയൊക്കെ യേശുവിലേക്ക് അടുപ്പിക്കാൻ എത്ര സിസ്റ്റേഴ്സാ. അവരൊക്കെ പലതരത്തിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവിൽ വിശ്വസിക്കുന്നു, അവർ സ്നേഹിക്കുന്നു, അവർ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നു. ആ സ്നേഹം അവർ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പറയാം, ക്രൈസ്തവരുടെ പീഡനം ആരംഭിച്ചുവെന്ന്. കാരണം തിരുവചനം പൂർത്തീകരിക്കപ്പെടണമല്ലോ. വെളിപാട് 12:17 18 പറഞ്ഞിരിക്കുന്നത് അമ്മ ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നേ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അവൻ യുദ്ധം ചെയ്യുന്നു. ആരോടാ?
ഈശോയുടെ പ്രിയപ്പെട്ട മക്കളോട് വെളിപാട് 12-ാം അധ്യായം 17-18 വാക്യങ്ങൾ. എന്തെല്ലാം ദുരിതങ്ങൾ സംഭവിച്ചാലും ലോകം സ്വർഗത്തിന് നേരെ കണ്ണുകൾ ഉയർത്തുന്നില്ലെങ്കിൽ അവസാനമായി നിങ്ങൾക്ക് നൽകപ്പെട്ട സംഭ്രമകരമായ അടയാളമായ നിങ്ങളുടെ അമ്മയായ എന്നിലൂടെ നൽകപ്പെട്ട ആഹ്വാനങ്ങളും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ കാരുണ്യം ചൊരിയാൻ പിതാവിന് സാധിക്കാതെ വരും. മക്കളെ, മനുഷ്യനെ കാണാൻ പറ്റാത്ത വിധം അന്ധകാരാവൃതമായ നാളുകളിലേക്ക് നിങ്ങൾ നടന്നടുക്കുന്നു. അമ്മ മുൻകൂട്ടി പറഞ്ഞു തരിക. മക്കളെ, നിങ്ങൾ എവിടേക്കാ അടുത്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. മനുഷ്യനായി കാണാൻ പറ്റിയിരുന്നെങ്കിൽ 3 വയസ്സായ ഒരു പിഞ്ചു ബാലികയെ ഒരു യുവാവ് പീഡിപ്പിക്കുമായിരുന്നോ? നമ്മൾ കേൾക്കുന്നില്ലേ ഈ ദിവസങ്ങളിലൊക്കെ? കൊച്ചു ബാലികമാരെ, വയോവൃദ്ധരായ അമ്മമാരെ പീഡിപ്പിക്കുക. എന്ത് സുഖം കിട്ടാനാ? 3 വയസ്സായ ഒരു കുഞ്ഞു പൈതലിനെ പീഡിപ്പിച്ചു 3 വർഷം ഒരുവൻ. എന്നിട്ട് 3 കൊല്ലം അവൻ ഈ ലോകത്ത് ജീവിച്ച് നാശം നാറിയില്ലേ നമുക്കൊന്നും? അത് നിന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലോ? അതുകൊണ്ടാ പരിശുദ്ധ അമ്മ പറയുന്നേ, മനുഷ്യനായി കാണാൻ പറ്റാത്ത വിധം അന്ധകാരം നിറച്ചിരിക്കുന്നു പിശാച്ച് ആ മണൽത്തിട്ടയിൽ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കേണ്ട, പിശാച്ച് ഇത്ര വലിയ സംഭവമാണോ എന്ന്? അവൻ സംഭവമാണ്, പക്ഷെ അതിസംഭവം നമ്മുടെ കർത്താവാണ്. ഈ സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ എന്താ കാരണം? നമ്മളിൽ ദൈവീകം എന്ന സംഭവം ഇല്ലാത്തത് കൊണ്ടാ. ദൈവികമായ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് അന്ധകാരം വരുന്നത്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇരുട്ട് മാറിപ്പോകാത്തത്. വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് വിദ്വേഷം മാറാത്തത് എന്ന് പറയുന്നത് പോലെ തന്നെ തിന്മയെ തിന്മ കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം കടന്നു വരാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈറ്റുനോവ് അനുഭവിച്ച് പ്രാർത്ഥിക്ക്. അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക്. ശിഷ്യഗണം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക്. ദൈവകരങ്ങളിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിക്ക്. ജഡം ഈ ലോകത്ത് ഭരണം നടത്തരുത്. പരിശുദ്ധാത്മാവ് ഭരണം നടത്തട്ടെ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന തിങ്ങി നിറയുന്ന ഒരു ചിന്തയുണ്ട്. ഈ ലോകം തിന്മയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൽ തിന്മ നിറയ്ക്കുമ്പോഴാണ് അത് തിന്മയാകുന്നത്. ഈ ഭൂമി ഒരു തിരുശേഷിപ്പാണ്. നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ തിരുച്ചോരത്തുള്ളികൾ വീണ തിരുശേഷിപ്പാണ് ഈ ലോകം, ഈ ഭൂമി. ആ തിരുശേഷിപ്പായ ഭൂമിയിൽ ജീവിക്കുന്നവര് തിരുശേഷിപ്പുകളാകാതെ ജീവിക്കുമ്പോഴാണ് ഈ ലോകം പാപത്തിൻ്റെ നാശ കൂമ്പാരമായി മാറുന്നത്. ആ നാശത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളും തിന്മയുടെ ജീവിത സാഹചര്യങ്ങളും. അപ്പോൾ എവിടെയാ മാറേണ്ടത്? ലോകത്തിൽ ജീവിക്കുന്ന മക്കൾ തന്നെ ലോകത്തിൻ്റെ അരൂപിയാകാതെ, തിന്മയുടെ അരൂപിയാകാതെ നന്മയുടെ നല്ല വെളിച്ചം നൽകുന്ന മക്കളാകുമ്പോൾ, കൃപയുടെ ആത്മാക്കൾ ലോകത്തിൽ നിറയുമ്പോൾ ലോകം മുഴുവനും പ്രകാശിക്കും. മണൽത്തിട്ടയിൽ ഇരിക്കുന്നവന്റെ അവസാനമാകുമത്. അതാണ് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം, യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മഹത്വം. അങ്ങനെയാണ് നമുക്ക് ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുക. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നമ്മുടെ രക്ഷയുണ്ട്, ലോകത്തിൻ്റെ രക്ഷയുണ്ട്. ലോകത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്താണ് ഈ ലോകം? ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ലോകം. ഈ ലോകത്തെ നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആർക്കാണ് സാധിക്കുക? നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കരുണയുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം, മുന്നേറാം. മക്കളെ, സഭ അവളുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു, മുറിവേൽക്കുന്നു. എന്തൊരു സങ്കടാലേ!
നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മയെ നമ്മൾ പീഡിപ്പിക്കുകയാണ്, അടിക്കുകയാണ്, പച്ചവെള്ളം കൊടുക്കാതിരിക്കുകയാണ്, അമ്മയെക്കുറിച്ച് എപ്പോഴും കുറ്റം പറയുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് എന്തൊരു സങ്കടമായിരിക്കും. ഇത് തന്നെയല്ലേ ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത്. സഭ പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതലും ബാഹ്യശക്തികളിൽ നിന്നും ഒന്നുമല്ല, അതുണ്ട്. പക്ഷേ അമ്മ മാതാവ് പറയാ, സഭ അവളുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? സഭയുടെ പീഡനത്തിൻ്റെ സോഴ്സ് തേടി, അതിൻ്റെ സ്രോതസ് തേടി അധിക ദൂരമൊന്നും പോകേണ്ട. അത് ഞാനാ, നിങ്ങളാ, ഈശോയുടെ പ്രിയപ്പെട്ടവരാ. അതിലെല്ലാവരും പെടും. വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരും പെടും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നാളുകളായി നമ്മൾ കണ്ടുവരുന്നുണ്ട്, പലയിടങ്ങളിലും ഷെഡുകളൊക്കെ കെട്ടി ജയ് വിളിച്ച് അഭിഷിക്തർക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ പ്രചരിപ്പിച്ച് അവരെ പിന്താങ്ങാനായിട്ട് കുറെ പേര് അവിടെ ചെന്ന് ഇട്ടിരിക്കുന്ന സഭാവസ്ത്രത്തെ പോലും തിന്മയുടെ അന്ധകാരത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവകാശം നേടാൻ കർത്താവിൻ്റെ മക്കൾ ഓടി നടക്കുമ്പോൾ തെരുവുകളിൽ ഇറങ്ങി തിന്മ പ്രചരിപ്പിക്കുന്ന വക്താക്കളായി തീരെ അവരൊക്കെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, സങ്കടം കൊണ്ട് പറയാ, സഭയെ പീഡിപ്പിക്കല്ലേ. ഇത് എന്ത് നന്മയുടെ സാക്ഷ്യം നൽകിയെന്നാ? ഒരു നന്മയുടെ സാക്ഷ്യം അത് നൽകിയിട്ടില്ല. കുഞ്ഞേ, നീ കർത്താവിന് കൊടുത്ത വാക്കില്ലേ, ആ വാക്കിൽ നീ കർത്താവിൻ്റെ മുമ്പിൽ എടുത്ത വ്രതമില്ലേ? പ്രിയ സന്യാസിനി, പ്രിയ വൈദിക, അതിൽ നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ആർക്കെതിരെയും പ്ലക്കാർഡുകൾ ഉയർത്തേണ്ട കാര്യമില്ല. നീ ആരുടെ മുമ്പിലും ജയഘോഷം വിളിക്കേണ്ട കാര്യമില്ല. നീ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. നിനക്ക് നേടാനുള്ളത് കർത്താവാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ലാഞ്ചനയില്ലെങ്കിൽ, നീ തിന്മ പറഞ്ഞിട്ടില്ലെങ്കിൽ, നീ തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട. മറ്റുള്ളവരാണ് തിന്മ ചെയ്തതെന്ന് ലോകത്തോട് നീ വിളിച്ചു പറയേണ്ട. കാലം തെളിയിക്കും. നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. നിന്റെ കർത്താവ് അത് തെളിയിച്ചിരിക്കും. തിന്മ ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. നന്മയിൽ നിലനിൽക്കാനുള്ള നിന്റെ വിളിയുണ്ടല്ലോ, അത് ലോകത്തിന്റെ മുമ്പിൽ അനാവൃതം ചെയ്തു കൊടുക്കരുത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഈ ലോകത്തിനേക്കാൾ വലുതാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിളി അത് ഈ ലോകത്തിനേക്കാൾ പ്രൗഢിയുള്ളതാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വസ്തതയുടെ വിളി ഈ ലോകത്തിന് തരാൻ കഴിയുന്നതല്ല, അത് സ്വർഗം തന്നതാണ്. അത് നിന്റെ അവകാശമാണ്. ആ വിളിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നീ കണ്ണുനീരൊഴുക്കിയാൽ, ഒരു തുള്ളി കണ്ണുനീര് മതി. മാസങ്ങളൊന്നും നീ പട്ടിണി കിടക്കണ്ട. ഒരു തുള്ളി കണ്ണുനീര്. നിന്നിൽ വിശുദ്ധിയുണ്ടെങ്കിൽ, നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കർത്താവ് അത് തെളിയിച്ചിരിക്കും. കർത്താവ് നിശബ്ദനാണെന്നോർത്ത് സങ്കടപ്പെടേണ്ട. നിശബ്ദത കർത്താവിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. കർത്താവ് പ്രവർത്തിക്കുകയാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. നിസ്സഹായരായ മക്കളിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും രക്ഷാമാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം. അമ്മ പറയാ, ഈ ദുരവസ്ഥകളിൽ നിന്നെല്ലാം മോചിതരാകുന്നതിനായി നിങ്ങളുടെ അമ്മയായ ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും നിസ്സഹായരായ മക്കളിലൂടെ പല സ്വർഗീയ നിർദ്ദേശങ്ങളും രക്ഷാമാർഗങ്ങളും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. രക്ഷയുടെ മാർഗം അത് കർത്താവാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ദൈവം നിന്റെ മാർഗമാണെങ്കിൽ, യേശു നിന്റെ വഴികാട്ടിയാണെങ്കിൽ മറ്റു മാർഗങ്ങൾ നീ ഉപേക്ഷിക്കുക. ലോകത്തിന് മുൻപിൽ പെറ്റമ്മയുടെ നഗ്നത എന്ന് നീ വിശേഷിപ്പിക്കുന്ന ഒന്നും നീ പ്രദർശിപ്പിക്കരുത്. നിനക്ക് കിട്ടാനുള്ളത് കർത്താവിൽ നിന്നാണ്. ലോകം നിനക്ക് എന്ത് നൽകി? ലോകത്തിന് എന്ത് നൽകാൻ പറ്റും? സുരക്ഷിതമായി ലോകത്ത് ജീവിക്കാൻ ദൈവമാണ് നിനക്ക് ഈ ലോകത്ത് ജന്മം നൽകിയത്. ഈ ലോകത്തെ നീ കാണുന്നതെല്ലാം നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് മാത്രം നീ കാണുക. അങ്ങനെ ജീവിക്കുക. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുമിച്ച് ഈ നന്മയുടെ വഴിയിലൂടെ മുന്നേറാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്.
പരിശുദ്ധ അമ്മ അക്ഷീണം പരിശ്രമിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങല്ലേ. സഭയിലെ മകളാണ്, മകനാണെന്നുള്ള ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് സഭയെ പീഡിപ്പിക്കല്ലേ. സഭ പാവമല്ലേ. ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കണേ. സഭയെ നീ പീഡിപ്പിക്കുന്നുവെങ്കിൽ ഓർക്കുക, നീ പീഡിപ്പിക്കുന്നത് കർത്താവിനെയാണ്. സാവൂള് സഭയെ പീഡിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത്, കർത്താവ് സംസാരിച്ചത് എന്താ? സാവൂൾ സാവൂൾ, നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാനെന്നാ ഈശോ പറഞ്ഞത്. നീ പീഡിപ്പിക്കുന്നത് സഭ എന്ന ഒരു സംവിധാനത്തെ മാത്രമല്ല, നീ പീഡിപ്പിക്കുന്നത് കർത്താവിനെയാണ്. നിന്റെ കണ്ണിലെ ചിതമ്പലുകൾ, നിന്റെ ആത്മാവിലെ ചിതമ്പലുകൾ, നിന്റെ കാഴ്ചപ്പാടിൻ്റെ കുറവുകൾ നീ മാറ്റണം. മാറ്റിയിട്ട് സ്നേഹത്തിലേക്ക്, നന്മയിലേക്ക്, നിശബ്ദ സഹനത്തിലേക്ക്, സഹനത്തിലൂടെയുള്ള പ്രാർത്ഥനയിലേക്ക് നീ വളരുമ്പോൾ സഭയിൽ, നിന്നിൽ, ലോകത്തിൽ സമാധാനമുണ്ടാകും. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താവേ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താവി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം കുഞ്ഞാടിനെ, സ്വന്തമാക്കിയവൻ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം തിരികെ വിളിക്കണമേ. ദൈവമേ, സംശയത്തിൽപ്പെട്ട് ഉടരുന്നവരെ തിരികെ വിളിക്കണമേ കർത്താവേ. യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ യേശുവേ, ജീസസ് മൈറ്റി പവർ. യേശുവേ, ആരാധന ആരാധന ആരാധന. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. യേശുവേ യേശുവേ, മൂന്ന് ലോകത്തിന്റെ മേൽ അധികാരമുള്ളവൻ,
നമ്മളെ സ്വന്തമാക്കിയവൻ, രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് കുടുംബമായി ചേർന്ന് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിശ്വാസത്തിൽ കൈപിടിച്ചു നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യമായി തന്നെ ഫാത്തിമയില് മാലാഖ കുട്ടികളെ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്ക് ഏറെ ഭക്തിയോടുകൂടി ഹൃദയ നുറുക്കത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായവൻ നമ്മുടെ കർത്താവ് ഇതാ കൂദാശയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തില് അവിടെ 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം സംശയത്തിൽപ്പെട്ട് കർത്താവിനും അവന്റെ പുരോഹിതനുമെതിരെ അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർക്ക് സർപ്പത്തിന്റെ ദംശനമേറ്റു. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹവ്വയെ ചതിച്ച സർപ്പം അവളെ ദംശിച്ച് മാനവ കുലത്തെ മുഴുവനും കർത്താവിന്റെ കൃപയിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളഞ്ഞ ആ സർപ്പത്തിന്റെ ദംശനം അത് ഇസ്രായേൽ ജനത്തിനേറ്റു. ഇത് ഇസ്രായേൽക്കാരുടെ കാര്യം മാത്രമല്ല, ഈ സർപ്പദംശനമേക്കാത്തവരായി നമ്മളിൽ ആരാണ് പ്രിയമുള്ളവരെ ഉള്ളത്? എല്ലാവർക്കും നമ്മളെ പാപത്തിൽ വീഴ്ച കൊണ്ട് ഓൾഡ് സർപ്പന്റ് നമ്മളെ അവൻ ദംശിക്കുന്നു, അവൻ കടിക്കുന്നു, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മളെ ഉപയോഗിക്കുന്നു. നമ്മുടെ മനസ്സിൽ അവൻ സംശയം വിതയ്ക്കുന്നു. ദൈവത്തെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ അവൻ ചഞ്ചലചിത്തരാക്കി മാറ്റുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പിച്ചള സർപ്പം, വടിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം, അതൊരു പ്രതീകമാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി ഇവിടെ നമ്മുടെ മുൻപിലുണ്ട്. അത് മറ്റാരുമല്ല, അത് ദിവ്യകാരുണ്യ ഈശോയാണ്. നമ്മുടെ ജീവിതത്തിലേറ്റ എല്ലാ സർപ്പദംശനങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം പ്രിയമുള്ളവരെ. അവനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി, നമ്മൾ സൗഖ്യം പ്രാപിക്കും. അവനെ നോക്കിയാൽ മാത്രം മതി, നമ്മൾ പ്രകാശിതരാകും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഈ ഈശോ അവൻ നമ്മളെ മാടി വിളിക്കുകയാണ്. അവൻ നമ്മുടെ ഹൃദയവാതിക്കൽ മുട്ടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വർഗത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, അവന്റെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അവൻ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, സംശയിക്കാതെ, അചഞ്ചലരാകാതെ, പിറുപിറുക്കാതെ, കുറ്റം പറയാതെ, ദുഷിക്കാതെ അവനോട് ചേർന്ന് നിൽക്കുവാൻ
അതേ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ പരിശുദ്ധ അമ്മയും ഈ രാത്രിയിൽ നമ്മളെ മാടി വിളിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ നിനക്ക് എത്രമാത്രം സർപ്പദംശനമേറ്റ വ്യക്തിയാണെങ്കിലും, നീ നിന്റെ ജീവിതത്തിൽ എത്രമാത്രം നിരാശയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഈ നാഥന്റെ ഒരു നോട്ടം മാത്രം മതി. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒറ്റ വിളി മതി. ഒരൊറ്റ വിളി മാത്രം മതി പ്രിയമുള്ളവരെ, അവിടെ നിന്നെ സുഖപ്പെടുത്താൻ, അവിടെ നിന്നെ പണിയുവാൻ, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ. നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും കൊടുത്തുകൊണ്ട്, എല്ലാവരും ഒന്നു ചേർന്ന് ജീവിതത്തിന്റെ അവസ്ഥകൾ വിട്ടുകൊടുത്ത് എല്ലാവരും സൂക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh, Eucharistic Lord, deliver your people, call back your people. ദൈവമേ, യേശുവേ, നിന്റെ ജനത്തെ തിരികെ വിളിക്കണമേ. എല്ലാവരും ഹൃദയം പൊട്ടി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. സാത്താന്റെ അടിസ്ഥാനങ്ങൾ തകരുന്ന രീതിയിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. രക്ഷയ്ക്കുള്ള ഏക നാമത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എല്ലാ മേഖലകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. ജീസസ്, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശര ബര 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 ബര. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആമേൻ. ദൈവശക്തി വെളിപ്പെടട്ടെ. ആമേൻ. ജീസസ്, ജീസസ്. വെളിപ്പെടട്ടെ. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. യേശുവിന്റെ സാന്നിധ്യം ആമേൻ, ആമേൻ. ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. ആരാധന, Jesus, Jesus, Jesus. Hallelujah, hallelujah, hallelujah. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. വിടിവിക്കാൻ കഴിവുള്ളവൻ. Hallelujah, the King of Kings. Hallelujah, hallelujah, hallelujah. Oh Jesus, hallelujah, hallelujah. മേരി സുഗനേ, നിന്റെ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിന്റെ യോഗ്യതയാൽ ഞങ്ങളെ നീ തിരികെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയങ്ങളിൽ തുറന്ന ഹൃദയത്തോടെ മുട്ടുമേലായിരുന്നു കൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല, അങ്ങെപ്പോലൊരു ദൈവമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനും സൗഖ്യദാതാവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ